केरल के इडुक्की जिले में इलायची की खेती करने वाले किसान इन दिनों परेशान हैं। बेमौसम बारिश की वजह से उनकी फसल को नुकसान पहुंच रहा है। बारिश की वजह से इलायची की जड़ें खराब हो रही हैं, जिससे सड़न पैदा होती है और पौधे के दूसरे हिस्सों में भी फैल जाती है। किसानों को डर है कि इससे पैदावार में गिरावट हो सकती है। ऐसे में इलायची की खेती के लिए जमीन पट्टे पर लेने की लागत वसूलना भी मुश्किल लग रहा है। ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു. അതോടുകൂടി തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും തട്ടയൊടിയുകയും കാരണം കണ്ടമാനം ചെടികൾ നശിച്ചു. അതിന് കൂനിന്മേൽ കുരു എന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത്. ഈ അഴുകൽ വരുമ്പോൾ ബാക്കിയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ ബോഡോമസ് തുരിശിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. വിളവെടുപ്പായി വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ ഇങ്ങനെ അഴുകൽ വളരെ ഭയങ്കരമായിട്ടിരിക്കുകയാണ്. നമുക്ക് किसान फसल को फंगल और जीवाणु रोग से बचाने के लिए जरूरी पारंपरिक कवकनाशक बोडो मिश्रण खरीदने में भी परेशानी का सामना कर रहे हैं। इसे हर बार बारिश के बाद दोबारा इस्तेमाल किया जाता है। മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് വില വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് മഴ വന്നാൽ ഇനി വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എന്താവുമെന്നറിയില്ല. ഉൽപ്പാദനത്തിൽ കുറവ് വന്നതിനെ തുടർന്ന് നമ്മൾ പാട്ടത്തിനെടുത്തും ലോൺ എടുത്തും കൃഷി ചെയ്യുന്നൊരു കർഷകരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ തികയുന്നൊന്നുമില്ല. കാരണം നല്ല വിലയിലാണ് എല്ലാവരും ഇപ്പോൾ തോട്ടങ്ങൾ എടുത്തേക്കുന്നത്. ഇപ്പം ഇതിൽ ഉൽപ്പാദനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നഷ്ടത്തിലേക്ക് തന്നെ വരും. जड़ों में सड़न पैदा करने वाली इस बीमारी को क्लम्प रॉट कहते हैं। ये इडुक्की के कई हिस्सों में फैल चुकी है। कृषि विशेषज्ञों का अनुमान है कि इससे छोटे और बड़े दोनों तरह के बागानों में उत्पादन में 15 से 30% की कमी आ सकती है।